ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ എല്ലാ അർത്ഥത്തിലും കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മനുഷ്യന്റെ മുന്നിൽ വരുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും എങ്ങനെ അവൻ കൈകാര്യം ചെയ്യുന്നു എന്നത് അവന്റെ മനക്കരുത്തിനെയും തീരുമാനത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. അവന്റെ മനസ്സിൽ ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ അവൻ ആരാവണമെന്ന് അവൻ തീരുമാനിക്കുകയാണ്. അള്ളാഹുവിന്റെ സഹായത്താൽ, റബ്ബിന്റെ ഖദർ ഖളാഇനാൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളിൽ എത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പരിശ്രമം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം അതിൽ ഉണ്ട് എന്നത് ഇസ്ലാം വളരെ മനോഹരമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അലസത എന്നത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാഹുവോട് ദുആ ചെയ്ത് അവിടുത്തെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അലസതയെ ഇസ്ലാം വളരെയധികം നിരുത്സാഹപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ തളർന്ന് ഒട്ടിയ രീതിയിൽ അവൻ വളരെ മനപ്രയാസത്തോടുകൂടെ വളരെയധികം ക്ഷീണിച്ച അവസ്ഥയിൽ അലസനായിരിക്കുക എന്നതിനെ ഇസ്ലാം വളരെയധികം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉളൂ ചെയ്യൂ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം പോലും ഇത്തരത്തിൽ മനുഷ്യനെ ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ ഭാവിയെക്കുറിച്ച് നാം വ്യാകുല ചിത്തരായി നിരാശയുടെ പടുക്കുഴിയിലേക്ക് പോകാൻ ഒരിക്കലും മതം നമ്മെ അനുവദിക്കുന്നില്ല. പ്രതീക്ഷയാണ് ഇസ്ലാം. മാത്രവുമല്ല, മഹാന്മാരായ തസവുഫിന്റെ ഉലമാ അവരുടെ ഗ്രന്ഥങ്ങളിൽ പരിശുദ്ധ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു മൂമിനായ മനുഷ്യന്റെ ജീവിതത്തെ വെച്ച് കാണിച്ചു തരുന്നത് ബൈനൽ ഖൗഫി വർ റജാ എന്ന, പേടിയുടെയും പ്രതീക്ഷയുടെയും ഇടയിൽ പ്രതീക്ഷ ജീവിതത്തിൽ കളയാൻ പാടില്ല എന്നതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത് ദുനിയവിയായ കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ ഉഖർവിയായ കാര്യത്തിലാവട്ടെ, ഒരു പ്രതീക്ഷ മനസ്സിന് കിട്ടുന്ന ഒരു കരുത്താണ്. നാളേക്ക് ജീവിക്കാനുള്ള ഏറ്റവും വലിയ ഇന്ധനവും ഊർജവും നമ്മുടെ പ്രതീക്ഷകളാണ്. പ്രതീക്ഷ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് വളരാൻ കഴിയില്ല. ഇതിൽ പ്രായ വ്യത്യാസമില്ല. പ്രതീക്ഷിക്കാം, പ്രതീക്ഷിച്ചത് അള്ളാഹുവോട് ചോദിക്കാം. ഇവിടെയെല്ലാം ഒരു ഇലാഹിയായ ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ നമുക്കൊരു ഇലാഹി ബന്ധം സ്ഥാപിക്കാൻ നമ്മുടെ മനസ്സിന്റെ അഭിലാഷങ്ങളും താല്പര്യങ്ങളും നാം തീരുമാനിക്കുന്ന, നാം എടുക്കുന്ന തീരുമാനങ്ങൾ ഇതെല്ലാം അള്ളാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടാവുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാസുരമായ ഒരു നാളെ പ്രതീക്ഷിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചരിത്രത്തിൽ കാണാം, നെപ്പോളിയന്റെ പഠനകാലം, ആ വിദ്യാർത്ഥി പ്രായത്തിലുള്ള സമയത്ത് നെപ്പോളിയൻ കലാലയത്തിലേക്ക് പോകുമ്പോൾ വഴിയോരത്ത് കൈരേഖ നോക്കി ഭാവി പറയുന്ന ഒരാളെ കണ്ടു. നെപ്പോളിയന്റെ കുസൃതി എന്ന് പറയാം. അയാൾ അവിടെ ചെന്നാൽ കൈനോട്ടക്കാരന്റെ മുന്നിൽ തന്റെ കയ്യിന്റെ രേഖ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ വലുതായി പഠിച്ചു കഴിഞ്ഞ് ഞാൻ വലുതായാൽ ഒരു വലിയ ആളായി കഴിഞ്ഞാൽ എനിക്ക് രാജാവാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കൈനോട്ടക്കാരൻ പറയുന്നു, മോനെ, നിന്റെ കയ്യിൽ ഈ ഭാഗത്തു കൂടി ഒരു രേഖ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും സാധിക്കുമായിരുന്നു. പക്ഷെ ആ രേഖ ഇല്ലാത്ത സ്ഥിതിക്ക് നീ രാജാവ് ആവില്ല എന്ന് പറയും. സ്വാഭാവികമായും അവിടെ രേഖ ഉണ്ടായിരുന്നുവെങ്കിൽ രാജാവാകും എന്നതാണോ അതിനർത്ഥം? കൈരേഖ ശാസ്ത്രം അനുസരിച്ച് അയാൾ എന്തൊക്കെയോ പറഞ്ഞു. അതിൽ വാടി തളരല്ല ആ കുഞ്ഞ് ചെയ്തത്. വിദ്യാർത്ഥി പ്രായത്തിൽ
തന്റെ പുസ്തക സഞ്ചിയിലുള്ള ഒരു ചെറിയ കത്തി കൊണ്ട് അദ്ദേഹം ആ കയ്യിന്റെ നേരത്തെ നിശ്ചയിക്കപ്പെട്ട അല്ലെങ്കിൽ നിർണയിക്കപ്പെട്ട ഭാഗത്ത് രേഖ ഇല്ലാത്തതിന്റെ പേരിൽ തനിക്ക് രാജാവാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയ കത്തി കൊണ്ട് അവിടെ ആഴത്തിലൊന്ന് വരിഞ്ഞ് ആ സമയം അവിടെ ഒരു രേഖ സൃഷ്ടിച്ചിട്ട് കൈനോട്ടക്കാരന്റെ മുന്നിലേക്ക് ആ കുഞ്ഞിളം കയ്യിൽ ചോര പൊടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ രേഖ കാണിച്ചിട്ട് ചോദിച്ചു, ഇനി ഞാൻ രാജാവോ എന്ന് ചോദിച്ചപ്പോ ഈ കുഞ്ഞിന്റെ തീരുമാനവും ദൃഢനിശ്ചയവും ആ കൈനോട്ടക്കാരനെ അത്ഭുതപ്പെടുത്തി. അയാൾ പറഞ്ഞു, മോനെ, ഇത്തരത്തിൽ ജീവിതത്തിന്റെ ഭാവിയെക്കുറിച്ച് നീ പരിശ്രമിക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുന്ന ആ അർത്ഥത്തിലുള്ള നിന്റെ ഈ നിശ്ചയദാർഢ്യം, നിന്റെ ഈ തന്റേടം നിന്നെ രാജാവല്ല ചക്രവർത്തിയാക്കും എന്നതാണ് അയാൾ പറഞ്ഞു കൊടുത്ത മറുപടി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്പേസ്, നമ്മുടെ ഭാവി നമുക്ക് കണ്ടെത്താൻ കഴിയും. നാം അന്വേഷിക്കുന്ന രീതിയിലുള്ള ജോലികളോ അല്ലെങ്കിൽ നാം അന്വേഷിക്കുന്ന തരത്തിലുള്ള വരുമാനങ്ങളോ നമ്മുടെ ജീവിത സന്ധാരണ മാർഗത്തിൽ നാം മോഹിച്ചു വെച്ചതുപോലെയോ എന്നായിക്കൊള്ളണമെന്നില്ല. എവിടെയാണോ നമുക്ക് സ്പേസ് കിട്ടുന്നത് അവിടെ ഇടിച്ചു കയറാ ചെയ്യേണ്ടത്. ജോലി ഇല്ലായ്മ ഒരിക്കലും നമ്മൾ ആരോടും പരാതി പറയാനുള്ളതല്ല. ജോലിയിൽ അള്ളാഹുവിന്റെ ദീന് ഹലാൽ എന്ന് പറഞ്ഞ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഏത് ജോലിയും ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ആ ജോലിയിലേക്ക് നമ്മൾ എത്തിയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒട്ടകത്തിന്റെ ചാണകം പോലും സ്വർഗാവകാശി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സ്വഹാബത്തിന്റെ ശിരസിൽ ചുമട്ടുവസ്തുവായി സ്വന്തം കൃഷിഭൂമിയിലേക്ക് അവർ നാണം എന്ന് തോന്നാതെ അവർ നടന്നു നീങ്ങിയത് വലിയ ഒരു ഭാവിയെ കെട്ടിപ്പടുത്താൻ വേണ്ടിയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൃഷി കണ്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു എന്ന് ഹദീസിലുണ്ട്. ഏതായാലും ഒരു ജോലി എന്നത് നമ്മുടെ മുന്നിലേക്ക് വരലല്ല, ജോലിയെ തേടുക എന്നതാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഹദീസിൽ കാണാലോ, ത്വലബു കസ്ബിൽ ഹലാലി ഫരീളത്തും ബഅദ ഫരീള. നമുക്ക് നിസ്കാരം നിർബന്ധ, നമുക്ക് നോമ്പ് നിർബന്ധ, സകാത്തും ഹജ്ജും ഒക്കെ നമുക്ക് നിർബന്ധ. ഒരു ഫർളായ അമലാണ് ഒരു ജോലി തേടി പോവുക എന്നതും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊറോണയുടെ വലിയ പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വന്നപ്പോ, ജീവിത സന്ധാരണ മാർഗത്തിൽ പല നിലക്കുള്ള ഞെരുക്കങ്ങൾ അനുഭവപ്പെട്ടപ്പോ നമ്മൾ പലരും ഇല്ലായ്മയെ ജീവിതമാർഗമാക്കാൻ ശ്രമിച്ചവരാണ്. ഇല്ലായ്മയെ ജീവിതമാർഗമാക്കല്ല വേണ്ടത്, ഇല്ലായ്മയേക്കാൾ നമ്മൾ ഉള്ളവരാവാൻ ശ്രമിക്കലാണ് ഖൈർ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലായ്മ പറഞ്ഞ് കൈനീട്ടാനാണോ പറഞ്ഞത്? എപ്പോഴും യദുൽ ഉലിയ ഖൈറാണെന്ന് പുണ്യ നബി പഠിപ്പിച്ചത്. മുകളിലെ കൈ, താഴെ കൈ സ്വീകരിക്കുന്ന കയ്യ, മുകളിലെ കൈ കൊടുക്കുന്ന കയ്യ. ഈ മുകളിലെ കൈയിലാണ് ഖൈർ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കൊടുക്കുന്നവരാവാൻ ശ്രമിക്കാം, വാങ്ങി ശീലിച്ച് അത് ജീവിതമാർഗമാക്കലല്ല. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കാനുള്ള നമ്മുടെ ജീവിത സന്ധാരണ മാർഗത്തെ നമ്മുടെ പദവികളും പത്രാസുകളും മാറ്റിവെച്ച് ഹലാല് എന്ന് മതം പറഞ്ഞിട്ടുള്ള വഴിയാണോ നാം അതിലേക്ക് തീർച്ചയായും ഇറങ്ങിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹായിച്ചിരിക്കുമെന്ന് പരിശുദ്ധ ഹദീസുകളാ പറഞ്ഞിട്ടുള്ളത്. അത്രത്തോളം ജോലി ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തി അതിലേക്ക് ഇറങ്ങാൻ നമ്മൾ ശ്രമിച്ചാൽ ജീവിതത്തിൽ നമ്മുടെ സ്പേസ് അള്ളാഹു കാണിച്ചു തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജോലി ഹലാലാണ് ആവണമെങ്കിൽ അതിൽ രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരു ജോലി ഹലാല് എന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റാം. ഒന്നാമത്തേത്, അടിസ്ഥാനപരമായി ആ ജോലി ഹലാലായിരിക്കണം. അടിസ്ഥാനപരമായി ആ ജോലി ഹലാലായിരിക്കണം. പലിശയുടെ കണക്കെഴുതാൻ പോവല് ആ ജോലി ഹറാമാണ്. അടിസ്ഥാനപരമായ ആ ജോലി ഹലാലാണോ ഹറാമാണോ എന്ന ഒരു പണ്ഡിതോപദേശം നമ്മൾ നേടിയിരിക്കുക എന്നതാണ്. അപ്പൊ രണ്ട് ഘടകങ്ങളിൽ ഒന്ന്, അടിസ്ഥാനപരമായി ആ ജോലി ഹലാലായിരിക്കണം. അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഒരു ജോലി ഹലാലാവണമെങ്കിലുള്ള രണ്ടാമത്തെ ഘടകം, ആ ജോലി വേളയിൽ ഹറാമ് സംഭവിക്കാൻ പാടില്ല. ഉദാഹരണം, നിസ്കാരം ഖളാ ആക്കിയിട്ടുള്ള പരിപാടിയാണ്, അത് പാടില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടാവാതെ ഹറാമ് സംഭവിക്കാതെ നമ്മൾ സൂക്ഷിക്കുക. പരിശുദ്ധ ഖുർആൻ ഈ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു സത്യവിശ്വാസി ജോലിക്ക് പോവുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു സത്യവിശ്വാസി ജോലി ചെയ്താൽ സമ്പത്ത് ഒഴുകുമെന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയാണല്ലോ ഖുർആൻ അതിലൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ ജോലിക്ക് പോയാൽ ഒരുപാട് സമ്പാദിക്കാം.
ആയത്ത് ഇങ്ങനെ വളരെ വിശാലമായ അർത്ഥങ്ങൾ വിഭാവനം ചെയ്യുന്നു എന്ന് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറയുന്നു. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ ഫഇദാ ഖുദിയത്തിസ് സ്വലാത്ത് ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. മനോഹരമായ രണ്ടായത്തുകൾ സൂറത്തുൽ ജുമുഅ. അല്ലാഹു സ്നേഹത്തോടുകൂടെ ഈമാന്റെ വക്താക്കളെ വിളിച്ചിട്ടാ പറയുന്നത്. ഈമാൻ ഉണ്ടെങ്കിൽ കേട്ടോ, ഒരു ജോലിക്ക് പോകുന്നവൻ, ഒരു കച്ചവടത്തിന് പോകുന്നവൻ അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് പലപ്പോഴും നമുക്ക് വീഴ്ച വരാറുണ്ട്. അതായത് ജോലി സമയങ്ങളിൽ നമ്മൾ നിസ്കാരങ്ങളോ മറ്റോ ഒക്കെ ഖളാ ആക്കുന്ന സ്വഭാവം. സൂറത്തുൽ ജുമുഅയുടെ ആയത്ത് കേട്ടോളൂ. അല്ലാഹു പറയുന്നു, മുഅ്മിനീങ്ങളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ളുഹറിന്റെ നേരത്ത് സാധാരണ കേൾക്കുന്ന ഒരു വാങ്ക് ജുമുഅയുടെ അന്നും നിങ്ങൾ കേൾക്കാറുണ്ട്. വെള്ളിയാഴ്ച കേൾക്കും. ആ 12:35 വാങ്കുണ്ടല്ലോ, അത് കേൾക്കും. അത് കേട്ടാൽ നിങ്ങൾ കച്ചവടം നിർത്തണമെന്നല്ല പറഞ്ഞത്, കച്ചവടത്തെ ഉപേക്ഷിക്കണേ. വദറുൽ ബൈഅ, കച്ചവടത്തെ ഉപേക്ഷിക്കണേ. ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ, അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, പടച്ച റബ്ബിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ധൃതി വെക്കണേ, പരമാവധി വേഗത്തിലാക്കണേ. അവിടം വരെ നിൽക്കണ്ട വാങ്കുളിക്കാൻ എന്നുള്ള നേരത്തേക്ക് എത്തണ്ട. ജുമുഅയുടെ വാങ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ളുഹറിനെ വിളിക്കുന്ന വാങ്കുണ്ടല്ലോ, ആ വാങ്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പള്ളി ചെന്ന ശേഷം ഖത്തീബ് മിമ്പറിൽ കയറിയ ശേഷം പള്ളിയുടെ അകത്ത് രണ്ടാമതൊരു വാങ്ക് കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ഒന്നാമത്തെ വാങ്കും. ളുഹറിന്റെ നേരത്ത് പതിവ് പോലെ കേൾക്കുന്ന സമയത്ത് സാധാരണ കേട്ട നേരത്ത് ആ വെള്ളിയാഴ്ച കേട്ട വാങ്ക് അത് രണ്ടാമത്തെ വാങ്ക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടത്തിലാണ് ഉചിതം എന്ന് തോന്നിയ സാഹചര്യത്തിൽ മഹാനവറുകൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു സ്വഹാബി ആ സന്ദർഭത്തെ മാനിച്ചുകൊണ്ട് കൃത്യമായി ശറഇന്റെ ആ കാര്യത്തിൽ ഇടപെട്ട് പരിശുദ്ധമായ മത നിയമങ്ങളിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ ഇജ്മാഅോടുകൂടെ പരിശുദ്ധ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ബാങ്ക് അവിടെ സ്ഥാപിക്കുന്നത് അത് നമ്മുടെ ഒരു സൗകര്യമാണത്. അതിന് ഹദീസിൽ അടിസ്ഥാനവുമുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേട്ടോളൂ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന, ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, വലിഹാദാ ഇത്തഫഖൽ ഉലമാഉ റഹിമഹുമുല്ലാഹ് അലാ തഹ്രീമിൽ ബൈഇ ബഅദൻ നിദാഇ ത്സാനി. സാധാരണ ളുഹറിന്റെ നേരത്ത് ഒരു വാങ്ക് കേൾക്കുന്ന ഒരു വാങ്ക് വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാറുണ്ട്. ആ വാങ്ക് കേട്ടാൽ പിന്നെ നടത്തുന്ന കച്ചവടം ഹറാമാ. ഇത് പണ്ഡിതന്മാരിൽ ഇത്തിഫാഖുള്ള അഭിപ്രായ. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. ആ വാങ്ക് എത്താൻ നിൽക്കണ്ട. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഒരു ജോലി ചെയ്യുമ്പോ ആ ജോലി നമുക്ക് ഹലാലാവാൻ രണ്ട് മാനദണ്ഡമുണ്ട്. അതൊന്ന് ശീലിച്ചാൽ നമ്മുടെ ജോലി കൊണ്ട് ഒരുപാട് സമ്പാദിക്കാൻ നമുക്ക് പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ രണ്ട് മാനദണ്ഡത്തിൽ ഒന്നാമത്തേത് ജോലി അടിസ്ഥാനപരമായി ഹലാലായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ആ ജോലി ചെയ്യുമ്പോൾ അതിൽ ഹറാമ് വരാൻ പാടില്ല. ഉദാഹരണം, നിസ്കാരം ഖളാ ആവാ, സമയം തെറ്റാ പോലെയുള്ള കാര്യങ്ങൾ. ഇനി കേട്ടോട്ടോ, فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله. ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചോന്ന ഖുർആൻ പറഞ്ഞു. فإذا قضيت الصلاة فانتشروا في الأرض.
ജുമുഅ കഴിഞ്ഞിട്ട് നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കണം. വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ ഫളലാകുന്ന ജീവിതമാർഗത്തെ നിങ്ങൾ തേടണം. എന്റെ പ്രിയമുള്ളവരെ, ഇത് റബ്ബിന്റെ പ്രത്യേക നിർദ്ദേശം നമ്മുടെ ജോലിയെ കുറിച്ച്. അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് റബ്ബ് ബർക്കത്തും കൊടുക്കും. ഈ ആയത്തിന്റെ വ്യാഖ്യാനം കേട്ടോളൂ. ഇബ്നു കസീർ തഫ്സീറുർ റാസി എല്ലാവരും രേഖപ്പെടുത്തുന്നു. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുന്നു, ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, കാന ഇറാഖ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇദാ സ്വല്ലൽ ജുമുഅത ഇൻസറഫ ഫവഖഫ അലാ ബാബിൽ മസ്ജിദ്. മഹാനായ ഇറാഖ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ചയിലെ ജുമുഅ നിസ്കാരവും അനുബന്ധ കർമ്മങ്ങളും കഴിഞ്ഞാൽ പള്ളിയുടെ വാതിൽക്ക് അങ്ങനെ നിൽക്കും. എന്നിട്ട് മഹാനവറുകൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ അജ്ബതു ദഅവതക, പടച്ചോനെ നിന്റെ ഖുർആനാ പറഞ്ഞത്. വാങ്കുളിക്കുമ്പോഴേക്കും പള്ളി കയറിക്കോ ജുമുഅ നിസ്കരിച്ചു, നിന്റെ ഖുർആനാ പറഞ്ഞത്. കച്ചവടമൊക്കെ ഞാൻ നിർത്തി നേരത്തെ പള്ളി കയറി. നീ പറഞ്ഞിട്ടാ ഞാൻ എന്റെ കച്ചവടം നിർത്തി പള്ളിയിൽ നേരത്തെ കയറി വെള്ളിയാഴ്ചയിലെ ജുമുഅ നിസ്കരിച്ചത്. വസ്സല്ലൈതു ഫരീദതക, നീ എനിക്ക് ഫർളാക്കിയ നിസ്കാരത്തിൽ ഞാൻ എന്റെ ജോലിയുടെ ഭാഗമായി വീഴ്ച വരുത്തിയിട്ടില്ല. അല്ലാഹുവേ, നിസ്കാരമൊക്കെ കഴിഞ്ഞു, പള്ളിയിൽ നിന്നും ഞാൻ ഇറങ്ങി. അല്ലാഹുവേ, വന്തസർതു, ഇനി ജോലി തുടർന്നോ എന്ന് നീ പറഞ്ഞല്ലോ, ഇനി ജോലി നീ തേടിക്കോ എന്ന് പറഞ്ഞല്ലോ, ജോലിയുടെ ഭാഗമായി ഇനി ഇഴകിച്ചേർന്നോ എന്ന് നീ പറഞ്ഞല്ലോ. ഞാൻ അങ്ങനെ ചെയ്യാണ് തമ്പുരാനെ, നീ പറഞ്ഞതനുസരിച്ച്. അല്ലാഹുവേ, ഫർസുഖ്നി മിൻ ഫദ്ലിക വ അൻത ഖൈറുർ റാസിഖീൻ. പടച്ചോനെ, നീ ഒരുപാട് കൊടുക്കുന്നവനല്ലേ, എന്റെ കച്ചവടത്തിൽ കുറവ് വരല്ല അല്ലാ. ഈ ജുമുഅ നിസ്കാരത്തിന് വേണ്ടി, ഈ ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടിയാണല്ലോ ഞാൻ ഇവിടെ സമയം സ്പെൻഡ് ചെയ്തത്. തമ്പുരാനെ, എന്നെ പരാജയപ്പെടുത്തല്ല അല്ലാ, എന്റെ കസ്റ്റമർ പോവല്ല അല്ലാ. ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു മഹാനായ ഇറാഖ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അതിന്റെ ഗുണം മഹാനവർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഇത് മഹത്തുക്കളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചറിഞ്ഞ കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ ബർക്കത്തുണ്ടാവാൻ. ഇനി കേട്ടോളൂ, മഹാനായ ഇബ്നു കസീർ തങ്ങൾ രേഖപ്പെടുത്തുന്നു, മൻ ബാഅ വസ്തറാ യൗമൽ ജുമുഅത്തി ബഅദ സ്വലാ ബാറക്കല്ലാഹു ലഹു 70 മറ. സലഫ് സാലിഹീങ്ങൾ പറയുമായിരുന്നു, ജുമുഅ കഴിഞ്ഞിട്ട് ഒരു കച്ചവടം തുടങ്ങാ, അല്ലെങ്കിൽ ജുമുഅ കഴിഞ്ഞിട്ട് നിലവിൽ അതിനു മുമ്പ് ചെയ്ത് നിർത്തിവെച്ച കച്ചവടം തുടരാ, അല്ലെങ്കിൽ ജുമുഅന്റെ പേരിൽ ഒരു ജോലിയിൽ നിന്നും തൽക്കാലം ഒന്ന് ഇടയ്ക്ക് ഇറങ്ങിയിട്ട് പിന്നെ ആ ജോലി ജുമുഅയെ പരിഗണിച്ചു, അവിടെ നിർത്തിവെച്ചു, ജുമുഅയിൽ പങ്കെടുത്തു, പിന്നെ തുടരാ. ജുമുഅക്ക് ശേഷമാണ് എങ്കിൽ 70 ഇരട്ടി ബറക്കത്താണ് ആ ജോലിയിലെന്ന് മഹാന്മാരായ സലഫ് സാലിഹീങ്ങൾ പറയാറുണ്ട്. 70 ഇരട്ടി ബറക്കത്ത്. അപ്പൊ ഒരു കച്ചവടക്കാരൻ വാങ്ക് വിളിച്ചപ്പോൾ കടയിൽ ഒരാളെ ഏൽപ്പിച്ചിട്ട് നേരെ ജമാഅത്തായി നിസ്കരിക്കാൻ പോയി. ജമാഅത്ത് കഴിഞ്ഞിട്ട് പിന്നെ കച്ചവടത്തിന് ഒരു 10 ദിവസം അങ്ങനെ ചെയ്താ ആ സ്ഥിരം കസ്റ്റമർ പോവില്ല. ഇക്ക പള്ളി പോയേക്ക, സത്യസന്ധത. ആ സത്യസന്ധതയെ മാനിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ താല്പര്യം വരും. അപ്പൊ അയാളുടെ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി. അയാളൊരു നിസ്കാരമുള്ള മനുഷ്യനല്ലേ, അയാൾ ഒരു നിസ്കാരമുള്ള മനുഷ്യനല്ലേ. എന്റെ ഒരു സഹോദരൻ ഈ അടുത്ത ദിവസം പറയാ, അദ്ദേഹം വാഹനം ഓടിച്ചിട്ട് അദ്ദേഹത്തിന് ജമാഅത്തായി നിസ്കരിക്കാൻ, വാഹനം ഓടിക്കുന്നു, ജമാഅത്തായി നിസ്കരിക്കാൻ കിട്ടുന്ന സൗകര്യത്തിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തും. അങ്ങനെ ഇരിക്കെ എറണാകുളം ജില്ലയിലെ ചാലക്കുടിയുടെയും കറുകുറ്റിയുടെയും ഇടയിലുള്ള ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ വാഹനം പാർക്ക് ചെയ്തിട്ട് ജമാഅത്തിന് പങ്കെടുക്കാൻ നോക്കിയപ്പോ പാർക്ക് ചെയ്യാൻ ഒരു ഇടമില്ല. പള്ളിയോട് ചേർന്നൊരു അമ്പലമുണ്ട്. ഈ മനുഷ്യൻ വണ്ടിയുമായി ഇങ്ങനെ കിടന്ന്, അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കിടന്ന് ഇങ്ങനെ അദ്ദേഹം വല്ലാതെ വീർപ്പ് മുട്ടുന്നത് അമ്പലത്തിലെ പൂജാരി കണ്ടപ്പോ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് ആ വണ്ടി സ്നേഹത്തോടു കൂടെ വിളിച്ചു വരുത്തി ആ വാഹനം അവിടെ പാർക്ക് ചെയ്യാനും ആ സഹോദരൻ ജമാഅത്തായി നിസ്കരിച്ചു വരുന്നവരെ ആ വാഹനത്തിന് കാവൽ നിൽക്കാനും ഹൈന്ദവ മഠത്തിലെ പൂജാരി പോലും തയ്യാറായി എന്നൊരു സന്തോഷ വാർത്ത ഒരു സ്നേഹമുള്ള സഹോദരൻ, ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് വലിയ താല്പര്യത്തോടെയും അദ്ദേഹം വലിയ കൃതജ്ഞതാബോധത്തോടു കൂടെയും ഓർത്തു പറയുമ്പോ, അള്ളാഹു നമ്മുടെ മുന്നിൽ തരും നമ്മുടെ സൗകര്യങ്ങൾ. നമ്മൾ റബ്ബിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു തരാന്ന് വെച്ചാൽ തരും.
അള്ളാഹു തരും. അതുകൊണ്ട് 70 ഇരട്ടി ബറക്കത്ത് കിട്ടും. ഇനി കേട്ടോളൂ, പരിശുദ്ധ ഖുർആൻ ചില ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണന കണ്ടോ? സുബഹി നിസ്കാരത്തിന് വലിയ സൂറത്തോതി ആ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പ്രയാസം നേരിടുന്നു എന്ന ഒരു സന്ദർഭം വന്നപ്പോഴാണ് ഖുർആനിന്റെ വലിയ സൂറത്തോതുന്നോടത്ത് വഹി തന്നെ ഇടപെട്ടുകൊണ്ട് ആ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പരിഗണിക്കാൻ നിർദ്ദേശിക്കുന്നത്. ആരെയൊക്കെയാണ് ഖുർആൻ അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളതെന്നറിയോ? രോഗികളെ പറഞ്ഞിട്ടുണ്ട്, ജോലിക്ക് പോകുന്നവനെ പറഞ്ഞിട്ടുണ്ട്. ജോലിക്ക് പോകുന്നവന്റെ സമയം കളയരുത്, നിസ്കാരം വലിച്ചു നീട്ടി പള്ളിയിലെ ഇമാമിനോട് ഖുർആന്റെ വഹി ശബ്ദിച്ചു. എന്നിട്ടോ ജോലിക്ക് പോകുന്നവനെ പറഞ്ഞ ശേഷമാണ് ജിഹാദിന് പോകുന്നവനെ പറഞ്ഞത് ഖുർആൻ. ജിഹാദിന് പറഞ്ഞവനോട് ജോലിക്ക് പോകുന്നവനെ താരതമ്യം ചെയ്തു. കേട്ടോളൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ علم أن لم تحصوه فتاب عليكم فقرؤوا ما تيسر من القرآن علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله فقرؤوا ما تيسر منه. سورة المزمل. ഈ ആയത്ത് അതിന്റെ അവസാനത്തെ ആയത്താണ്. ഖുർആനിൽ നിന്നും ലളിതമായതോതനെ. എന്തുകൊണ്ട്? നിങ്ങളുടെ കൂടെ ഉള്ള മഅ്മൂമിങ്ങളെ നിങ്ങൾക്കറിയില്ല. ആ കാലഘട്ടത്തിൽ സ്വഹാബത്തിന്റെ ഇടയിൽ ഖുർആൻ ദീർഘമായി ഓതിയത് പലർക്കും ബുദ്ധിമുട്ടാകുമോ എന്ന സാഹചര്യത്തിലാണ് വഹി ഇറങ്ങിയിട്ട് നിസ്കാരത്തെ പോലും നിയന്ത്രിക്കാൻ പറഞ്ഞു. എന്തേ? ജോലിക്ക് പോകുന്നവരെ പരിഗണനയുണ്ട്. ജോലിക്ക് പോകുന്നവനെ പരിഗണിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ നിൽക്കുന്നവരിൽ രോഗിയുണ്ട്. വിവിധങ്ങളായ നാടുകളിലേക്ക് ജോലിക്ക് പോകുന്നവരാണ്. ജോലിക്ക് പോകുന്നോടത്തും പടച്ച റബ്ബിന്റെ പൊരുത്തമാ അവർക്കുള്ളത്. അതുകൊണ്ടാണ് പോണ വഴിക്ക് സുബഹി നിസ്കരിക്കാൻ അവിടെ കയറിയത്. അപ്പൊ വലിയ സൂറത്ത് ഓതിയിട്ട് എന്താ അവരടങ്ങാറാക്ക? ഖുർആൻ ശകാരിച്ചു. ജോലിക്ക് പോകുന്നവനെ പോലെ തന്നെ പിന്നെയും പറഞ്ഞു ജിഹാദിന് പോകുന്നവരുമുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് സാവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം. തഫ്സീർ സവ്വല്ലാഹു തആല ഫി ഹാദിഹിൽ ആയത്തി ബൈന ദറജത്തിൽ മുജാഹിദീന വൽ മുക്തസിബീന ലിൽ മാലിൽ ഹലാലി ലിനഫഖതിഹി അലാ നഫ്സിഹി വഇയാലിഹി ഇശാറത്തുൻ ഇലാ അന്ന കസ്ബൽ മാലി ബിമൻസിലത്തിൽ ജിഹാദ്. ഇമാം സാവി രേഖപ്പെടുത്തുന്നു, അല്ലാഹു ഈ ആയത്തിൽ റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദിന് പോകുന്നവനെയും ഹലാലായ തൊഴിൽ തേടി ആത്മാഭിമാനത്തോടുകൂടി കുടുംബം പുലർത്താൻ ശ്രമിക്കുന്നവനെയും തുല്യ പ്രാധാന്യത്തിൽ അവതരിപ്പിച്ചു. എന്തുകൊണ്ട്? ജോലിക്ക് പോവുക എന്നത് ബിമൻസിലത്തിൽ ജിഹാദ്, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിന് പോകുന്നതിന് തുല്യമാ ഒരാൾ കുടുംബം പുലർത്താൻ അടിസ്ഥാനപരമായി ഹലാലായ ജോലിയിലേക്ക് പോകുക എന്നത്. പടച്ചോനെ, ജിഹാദിന്റെ കൂലിയാ, അതൊരു ഇബാദത്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അത്രത്തോളം നമ്മുടെ പ്രവാസികള്, കച്ചവടക്കാര്, പടച്ചോനെ എന്ത് കൂലിയാകിട്ട. ഒരു ജോലിയുടെ ബറക്കത്ത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ജോലിയുടെ ബറക്കത്ത് നഷ്ടപ്പെടുമോ എന്നതിനെ കുറിച്ചൊരു പണ്ഡിതോപദേശം എപ്പോഴും നല്ലതാ. കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മാ മിൻ ജാലിബിൻ യജ്ലിബു തആമൻ മിൻ ബലദിൻ ഇലാ ബലദിൻ. ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് കുടുംബം പുലർത്താൻ വേണ്ടി ഭക്ഷണം സമ്പാദിക്കാൻ പോയവൻ, അരി വാങ്ങാൻ പോയവൻ, അങ്ങനെ പറയാറില്ല. അരി വാങ്ങാനെന്ന് പറഞ്ഞാൽ അരി പോയി വാങ്ങലല്ല, അരി വാങ്ങാനുള്ള വകുപ്പുണ്ടാക്കും. അങ്ങനെയുള്ള ഒരാള്, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ, അവൻ കച്ചവടം നടത്തുന്നു. ആ നാട്ടിൽ നിന്ന് സാധനം എടുത്തുകൊണ്ടുവന്ന് ഈ നാട്ടിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യും. കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകൾ, ജീവിക്കാനുള്ള മാർഗം, അതിനുവേണ്ടി ജോലിക്ക് പോകുന്ന യാത്രകൾ,
ഇങ്ങനെ ചെയ്യുന്ന ആള് ഇല്ലാ കാനത് മൻസിലതുഹു ഇൻദല്ലാഹി മൻസിലത ശുഹദാ, അവൻ ഷഹീദന്മാരുടെ പദവിയിലാ, അവൻ ഷഹീദന്മാരുടെ പദവിയിലാ, അവൻ ഷഹീദിന്റെ പദവിയിലാരാ? ഹലാലായ തൊഴില്, ഹറാം വരാതെ പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി പണിക്ക് പോകുന്നവൻ, ജോലിക്ക് പോകുന്നവൻ, അവൻ ജിഹാദിന് പോകുന്നവന് തുല്യമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സൂറത്തുൽ ജുമുഅന്റെ വ്യാഖ്യാനത്തിൽ ഇമാം സാവി രേഖപ്പെടുത്തുന്നുണ്ട്. ഹദീസ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഒന്നും ചെറുതായി കാണണ്ട, ഏത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാ, അത് ഹലാലാണെന്ന് നോക്കിയാൽ മതി. അവിടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിന്റെ കണക്കോ നമ്മൾ നേടിയെടുത്ത ബിരുദത്തിന്റെയും ബിരുദാനന്തര ബിരുദത്തിന്റെയും വലിപ്പമോ പ്രശ്നമല്ല. ജോലി ഹലാലാണെന്ന് നോക്കാം, അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിട്ട് അതിലേക്കാണ്ട് ഇറങ്ങാം. അള്ളാഹു വിജയിപ്പിക്കും, അല്ലാതെ അവിടെ പോകാൻ. അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്ക് തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്ക് അല്ലാഹ്. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, റബ്ബേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. പടച്ച റബ്ബേ, ഹിഫ്ളിന് പഠിക്കുന്ന മക്കള്, അതുപോലെ തന്നെ പള്ളി ദർസിലും അറബി കോളേജുകളിലും പഠിക്കുന്ന മക്കൾ, പേരക്കുട്ടികൾ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. നാഫിയായ ഇൽമു കൊണ്ടും റബ്ബേ, ദൃഢമായ ഹിഫ്ള് കൊണ്ടും ആ പൊന്നുമക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ആ കുഞ്ഞുങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ പരിപാടി സ്ഥിരമായി കാണുന്ന, ഈ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന ഒരു ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. സ്ഥിരം അവർ ക്ലാസ് കേട്ടിരുന്നു. റബ്ബേ, ആ ഉപ്പ ഈ അടുത്ത ദിവസം മരണപ്പെട്ടു. വല്ലാത്ത സന്തോഷമായിരുന്നു ഉസ്താദിന്റെ ക്ലാസ് കേൾക്കുമ്പോ. എത്ര വയ്യാതിരിക്കുമ്പോഴും ഉപ്പാക്കത് കേൾക്കാൻ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ് അവരുടെ മകളെ അടുത്ത ദിവസം ഒരു വാട്സാപ്പ് മെസ്സേജ് ചെയ്തു. റബ്ബേ, ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ പരിപൂർണമായ റാഹത്ത് ഖബർ ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. റബ്ബേ, അവരുടെ മകളുടെ വിവാഹം ഈ അടുത്ത ദിവസം നടക്കേണ്ടതുണ്ട്. റഹ്മാനെ, നീ റാഹത്താക്കണേ അല്ലാഹ്. ആ വിവാഹം ഭംഗിയിലാക്കണേ അല്ലാഹ്. നല്ല ജീവിതം കൊടുക്കണേ അല്ലാഹ്. അപകടം പറ്റി മരിച്ച മകന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, ആ ഉമ്മ ക്ഷമിച്ചതിന് നീ കൂലി കൊടുക്കുക അല്ലാഹ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോ മക്കള് മരിച്ചാൽ തമ്പുരാനെ, സ്വർഗത്തിന്റെ കൊട്ടാരം നീ കൊടുക്കുമെന്നാ നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചത്. ആ ഉമ്മാക്ക് റബ്ബേ, ആ മകന്റെ വേർപാടിൽ വേദനിച്ചതിന്റെ കാരണമായി സ്വർഗത്തിന്റെ കൊട്ടാരം കൊടുക്കണം അല്ലാഹ്. ആ മകന്റെ ഖബർ നീ സ്വർഗമാക്ക് അല്ലാഹ്. തമ്പുരാനെ, ഷഹീദിന്റെ പദവി നൽകണേ അല്ലാഹ്. വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്ന ഒരുപാട് പേര് പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. ഭൂമിയുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. റബ്ബേ, ഭൂമി വാങ്ങി അതിൽ വീട് വെക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് നല്ലൊരു വീട് വെക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രസവത്തോട് ഉടനെ ഉണ്ടായിട്ടുള്ള ശാരീരിക പ്രയാസങ്ങൾ, വാൽവിന്റെ പ്രശ്നങ്ങളൊക്കെ കാരണം അബൂദാബിയിൽ ഒരു പൊന്നുമോന്, റബ്ബേ, ഒരു കുഞ്ഞുമോന് ഓപ്പറേഷൻ ചെയ്ത് ICUയിലാണ്. ഇതുവരെ പറയത്തക്ക രീതിയിലുള്ള റിസൾട്ടുകളൊന്നുമില്ല. തമ്പുരാനെ, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ആ മാതാപിതാക്കൾക്ക് വിഷമം, സങ്കടം, പ്രയാസം, നിരാശ എല്ലാം ഉണ്ട്. മനസ്സിന് കരുത്തും സന്തോഷവും നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു 10-35 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സ്ട്രോക്ക് വന്ന്
റബ്ബേ തളർന്നു പോയി പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന ഫിസിയോതെറാപ്പി അടക്കമുള്ള ചികിത്സകളിലൊക്കെ ബറക്കത്ത് കൊടുക്കുക അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ കടബാധ്യതകൾ നീ വീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. തമ്പുരാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹാലോചന നടക്കുന്ന ഇടത്തൊക്കെ അനുയോജ്യമായ ബന്ധങ്ങളെ സ്വാലിഹീങ്ങളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പലരുടെയും ആണ്ട് ദിവസങ്ങളായി മാസത്തിൽ പല ദിവസങ്ങളും പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ് പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. മഗ്ഫിറത്ത് നൽകണമല്ലാഹ്. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാ റബ്ബേ, തടസ്സങ്ങൾ നീക്കി നീ അതിലേക്ക് എളുപ്പം നൽകുക അല്ലാഹ്. ഞങ്ങൾക്ക് ആ മഹാഭാഗ്യം നീ നസീബാക്കണേ അല്ലാഹ്. തമ്പുരാനെ ആഖിബത്ത് നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാൻ നീ ഭാഗ്യം നൽകണമല്ലാഹ്. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.